പ്രിയമുള്ളവരെ, വചനജ്വാല 1784 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 20 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 23 49 മുതൽ 68 വരെയും 24 മുതൽ 30 വരെയുമുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക. മഞ്ഞുകട്ടയെ ശൈത്യമേ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മൂടൽമഞ്ഞെ പൊടിമഞ്ഞെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മിന്നലുകളെ മേഘങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത് എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തട്ടെ. മലകളെ കുന്നുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഭൂമിയിൽ വളരുന്ന സകല വസ്തുക്കളും കർത്താവിനെ വാഴ്ത്തട്ടെ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തട്ടെ. ഉറവകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. സമുദ്രങ്ങളെ നദികളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. തിമിംഗലങ്ങളെ ജലജീവികളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. വന്യമൃഗങ്ങളെ വളർത്തുമൃഗങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രായേലെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കർത്താവിന്റെ പുരോഹിതരെ അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കർത്താവിന്റെ ദാസരെ അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആത്മാക്കളെ നീതിമാന്മാരുടെ ഛേദസ്സുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. വിശുദ്ധരെ വിനീത ഹൃദയരെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഹനനിയ അസറിയ മിഷായേൽ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. എന്തെന്നാൽ അവിടുന്ന് നമ്മെ പാതാളത്തിൽ നിന്നും മരണത്തിന്റെ പിടിയിൽ നിന്നും ജ്വലിക്കുന്ന തീച്ചൂളയിൽ നിന്നും അഗ്നിയുടെ മധ്യത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ദേവന്മാരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നവരെ അവിടുത്തെ വാഴ്ത്തുവിൻ, അവിടത്തേക്ക് സ്തുതിക്കുവിൻ, അവിടത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നും നിലനിൽക്കുന്നു. നബൂഖദ്നേസർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു. തന്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. 4-ാമത്തെ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു. ജ്വലിക്കുന്ന തീച്ചൂളയുടെ വാതിക്കലെത്തി നബൂഖദ്നേസർ പറഞ്ഞു, ഷദ്രാക്, മെഷാക്, അബേദ്നെഗോ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ നിങ്ങൾ പുറത്തു വരുവിൻ. അവർ അഗ്നിയിൽ നിന്നും പുറത്തു വന്നു. പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതികളും നാടുവാഴികളും രാജാവിന്റെ ഉപദേശകരും വന്നുകൂടുകയും ആ 3 മേൽ അഗ്നിക്ക് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ലെന്ന് കാണുകയും ചെയ്തു. അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധം ഏൽക്കുകയോ ചെയ്തില്ല. നബൂഖദ്നേസർ പറഞ്ഞു, ഷദ്രാക്കിന്റെയും മെഷാക്കിന്റെയും അബേദ്നെഗോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം ദൈവത്തെ അല്ലാതെ
മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പനയെ പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തന്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ. അതുകൊണ്ട് ഞാനിതാ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഷദ്രാക്കിന്റെയും മെഷാക്കിന്റെയും അബദ്നെഗോയുടെയും ദൈവത്തിനെതിരെ എന്തെങ്കിലും പറയുന്ന ജനതകളെയും ജനപദങ്ങളെയും ഭാഷക്കാരെയും കഷണം കഷണമായി ചിന്തിക്കളയും. അവരുടെ ഭവനങ്ങൾ നിലംപരിചാക്കും. എന്തെന്നാൽ ഈ വിധത്തിൽ രക്ഷിക്കാൻ കഴിവുള്ള വേറൊരു ദേവനില്ല. രാജാവ് ഷദ്രാക്കിന്റെയും മെഷാക്കിനെയും അബദ്നെഗോയെയും ബാബിലോൺ പ്രവേശിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് BC 9-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകനായ വിശുദ്ധ ഏലിയാസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. പഴയ നിയമകാലത്ത് പ്രവാചകന്മാരിൽ പ്രധാനിയായിരുന്നു ഏലിയാസ്. ബാലിന് ഇസ്രായേൽ രാജാവ് ബലികൾ അർപ്പിക്കാൻ തുടങ്ങിയത് മുതൽ 3 വർഷം മഴയോ മഞ്ഞോ പെയ്യാൻ യഹോവ അനുവദിച്ചില്ല. ഈ സമയത്ത് കാരിത്തരുവിക്ക് സമീപമായിരുന്ന ഏലിയാസ് താമസിച്ചിരുന്നത്. കാക്കകളാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. കാരിത്തരുവി വറ്റിക്കഴിഞ്ഞപ്പോൾ സറേപ്തായിലേക്ക് പോയി. അവിടെ ഒരു വിധവ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം ഒരു അപ്പം ചോദിച്ചു. തന്റെ കലത്തിൽ അല്പം മാവും വളരെ കുറച്ച് എണ്ണയുമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഒരപ്പം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തു. ഭൂമുഖത്ത് മഴ പെയ്യുന്ന ദിനം വരെ മാവും എണ്ണയും തീരുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനിടയ്ക്ക് മകൻ മരിച്ചപ്പോൾ ഏലിയാസ് അവനെയും ഉയർപ്പിച്ചു. ബാലിന്റെ അനേകം പുരോഹിതരെ വധിച്ച ശേഷം ഒരു അന്ധേയ രഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈശോ താബോറിൽ രൂപാന്തരപ്പെട്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഏലിയാസിനെ കണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെയാണ് ഈജിപ്തിലെ വിശുദ്ധ ഏലിയാസിന്റെയും ഫ്ലാവിയന്റെയും രക്തസാക്ഷിത്വ ദിനം സഭയിൽ ആചരിക്കുക. 9-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകനായ ഏലിയാസിന്റെയും ഈജിപ്തിലെ രക്തസാക്ഷികളായ വിശുദ്ധ ഏലിയാസിന്റെയും ഫ്ലാവിയന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.